പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. ഒരിക്കൽ കൂടെ ഈ വിശുദ്ധ ഞായറാഴ്ചയുടെ എവൻഗേലിയൻ വായനയുടെ ധ്യാനത്തിലേക്ക് എല്ലാവരെയും കൃത്യമായി ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പെന്തക്കോസ്തിക്ക് ശേഷം വരുന്ന 5-ാമത്തെ ഞായറാഴ്ചയാണല്ലോ ഈ വരുന്ന ഞായറാഴ്ച. ജീവിത ലക്ഷ്യം എന്നാണ് സുറിയാനി പിതാക്കന്മാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. സന്ധ്യാവായന വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 30 മുതൽ 41 വരെ വാക്യങ്ങളും, പ്രഭാത വായന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 17 മുതൽ 28 വരെ വാക്യങ്ങളുമാണ്. പഴയ നിയമ വായനകൾ പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 14 മുതൽ 19 വരെ വാക്യങ്ങളും, ഹോശയ പ്രവചനം 14-ാം അധ്യായം 6 മുതൽ 10 വരെ വാക്യങ്ങളും, ഏശയ്യാ പ്രവചനം 40-ാം അധ്യായം 27 മുതൽ 31 വരെ വാക്യങ്ങളും, ശ്ലീഹാ വായനകൾ അപ്പോസ്തല പ്രവൃത്തി 9-ന്റെ 10 മുതൽ 15 വരെ വാക്യങ്ങളാണ്. പൗലോസിലെ എഴുതിയ ലേഖനം 2 കൊരിന്ത്യർ 5-ന്റെ 14 മുതൽ 20 വരെ വാക്യങ്ങളും, ശുദ്ധമുള്ള ഏവൻഗേലിയോൻ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 10 മുതൽ 17 വരെ വാക്യങ്ങളുമാണ്. ഈ വായനകളൊക്കെ നമുക്ക് അല്പസമയം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നല്ലൊരു വിശുദ്ധ ആരാധനയ്ക്ക് ഈ ആഴ്ച ഒരുങ്ങാം. ഒരു വാക്ക് നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. ഈ എവൻഗേലിയോൻ്റെ ധ്യാനങ്ങൾ കർത്താവെ ഞങ്ങൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നന്മകൾ, ഒത്തിരി ദൈവിക അനുഭവങ്ങൾ ഉണ്ടാകുവാൻ കൃപ ചൊരിയണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അയക്കുക, അപ്പോൾ ഭൂമുഖം പുതുതാകും, എല്ലാം വിശുദ്ധീകരിച്ച് നിർമ്മിക്കപ്പെടുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. അതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജീവിതം പുനർക്രമീകരിക്കപ്പെടും. നമ്മുടെ ജീവിതം വലിയ ദൈവിക അനുഭവമുള്ളതായി മാറും. വലിയ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയപ്പെടും. നമുക്ക് സന്ധ്യാവായനയിലൂടെ അല്പസമയം കടന്നു പോകാം. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ഗലീലായിൽ കൂടി പോയി ആരും തന്നെ അറിയണമെന്ന് ആഗ്രഹിച്ചില്ല. അവൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ മനുഷ്യ കൈകളിൽ ഏൽപ്പിക്കപ്പെടുമെന്നും അവർ അവനെ കൊല്ലുമെന്നും അവൻ കൊല്ലപ്പെട്ട ശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും പറഞ്ഞു. എന്നാൽ അവർ ആ വചനത്തെ ഗ്രഹിച്ചിരുന്നില്ല. അവനോട് ചോദിപ്പാൻ ഭയപ്പെട്ടുമിരുന്നു. അവർ കഫർന്നഹൂമിൽ ചെന്ന് ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ അവരോട് വഴിക്ക് വെച്ച് നിങ്ങൾ തമ്മിൽ ആലോചിച്ചതെന്ന് ചോദിച്ചു. തങ്ങളിൽ വലിയവനാരാകുന്നു എന്ന് വഴിക്ക് വെച്ച് തങ്ങൾ പരസ്പരം തർക്കിച്ചിരുന്നുകൊണ്ട് അവർ മിണ്ടാതിരുന്നു. യേശു തമ്പുരാൻ ഇരുന്നിട്ട് ആ 12 പേരെ വിളിച്ച് അവരോട്, മുമ്പനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവർക്കും ബിംബനും എല്ലാവർക്കും ശുശ്രൂഷകനുമായിരിക്കണമെന്ന് പറഞ്ഞു. അനന്തരം അവനൊരു പൈതലിനെ എടുത്ത് മധ്യം നിർത്തി അതിനെ മാറോടണച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ നാമത്തിൽ ഈ പൈതലിനെ പോലെയുള്ള ഒരുവനെ കൈക്കൊള്ളുന്നവൻ ആരോ, അവൻ എന്നെയാണ് കൈക്കൊള്ളുന്നത്. അപ്പോൾ യോഹന്നാൻ അവരോട്, ഗുരുവേ, നിൻ്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുന്ന ഒരുവനെ ഞങ്ങൾ കണ്ടു. അവൻ നമ്മെ അനുഗമിക്കാഞ്ഞതുകൊണ്ട് ഞങ്ങൾ അവനെ വിലക്കി എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവരോട്, നിങ്ങൾ അവനെ വിലക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ എൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിട്ട് വേഗത്തിൽ എന്നെക്കുറിച്ച് ദൂഷ്യം പറവാൻ ഒരുവനും കഴിയുകയില്ല. നിങ്ങൾക്ക് വിരോധമില്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലിയാകുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ മശിഹായ്ക്കുള്ളവർ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളം കുടിപ്പാൻ തരുന്ന ആർക്കും അതിനുള്ള പ്രതിഫലം നഷ്ടമായി പോകുകയില്ലെന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട ഒരു വലിയ പാഠം ഈ വചനത്തിൻ്റെ ആരംഭത്തിൽ കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, മനുഷ്യപുത്രൻ
മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുമെന്നും അവർ അവനെ കൊല്ലുമെന്നും അവൻ കൊല്ലപ്പെട്ട ശേഷം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും പറഞ്ഞു. തൻ്റെ ഭാരം, തൻ്റെ മനസ്സിൻ്റെ വേദന, താൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട, ദൈവം എന്തിനായി തന്നെ തിരഞ്ഞെടുത്തു, ആ കാര്യം നിറവേറാൻ പോവുകയാണ് എന്ന് തൻ്റെ കൂട്ടുകാരോട്, തൻ്റെ സ്നേഹിതരായ ശിഷ്യരോട് പറയുമ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. മറിച്ച് അവർ തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ ചിന്ത, നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളോട് എന്തെങ്കിലും സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ അല്ല, സ്നേഹത്തോടെ കേൾക്കുവാൻ കഴിയണം. നമുക്ക് മറ്റൊരാളെ അവരുടെ സങ്കടത്തിൽ കേൾക്കുവാൻ കഴിയണമെങ്കിൽ നാം മറ്റൊന്നിനെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തെക്കുറിച്ചൊന്നും വേവലാതിപ്പെടരുത്. ശിഷ്യന്മാർക്കിത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവരുടെ വേവലാതി, അവർ ആരാണ് വലിയവനെന്ന് ചിന്തിക്കുന്ന അനുഭവത്തിലാണവർ. തമ്മിൽ വലിയവനാകണമെന്നുള്ള ആഗ്രഹം. മാർ എഫ്രേമിൻ്റെ ഒരു പ്രാർത്ഥനയും കൊണ്ട് ഉന്നത സിംഹാസനമെല്ലാം നിസ്സാരമതെന്ന് ഓർക്കുന്ന അധികാരഭ്രമമില്ലാത്ത നിർമ്മല ചിത്തം നൽകണമേ എന്ന്. നാം കുറയണം, യോഹന്നാൻ പറഞ്ഞ പോലെ അവൻ വളരണം. എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും കേൾക്കുവാൻ കഴിയുള്ളൂ. നമുക്ക് വലിയ ആളായി തീരണമെന്നുള്ള ഏത് രീതിയിലുള്ള, ഭൗതികമായാലും ആത്മീയമായാലും, നമ്മൾ ചിന്തിക്കും തോറും മറ്റുള്ളവരെ നമ്മൾ താഴ്ത്തി കളയുള്ളൂ. ഇവിടെ നമുക്ക് ഈ ശിഷ്യന്മാരുടെ യേശു പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും മുമ്പനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാവർക്കും പിമ്പനും എല്ലാവർക്കും ശുശ്രൂഷകനുമായിരിക്കും, എല്ലാവരുടെയും പുറകിലായിരിക്കണം, എല്ലാവർക്കും ശുശ്രൂഷകനുമായിരിക്കണം. നാം നമ്മെയല്ല വലിയവനാക്കേണ്ടത്, നമ്മെ ദൈവമാണ് വലിയവനാക്കേണ്ടത്. ദൈവം നമ്മെ വലിയവനാക്കാൻ ആഗ്രഹിക്കുമ്പോൾ അത് സമൂഹത്തോട്, ലോകത്തോട് ദൈവം പറയും. അപ്പോൾ നമുക്ക് ലോകത്തിൽ വലിയവരാകണമെന്ന് ഉണ്ടെങ്കിൽ ദൈവം അത് സാധിപ്പിച്ചു തരും. നമ്മളായിട്ടൊരു കാര്യങ്ങളും അതിനുവേണ്ടി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഈ സന്ദേശം നമുക്ക് തരികയാണ്. അതുകൊണ്ട് ഒരു പൈതലിന്, ഒരു ശിശുവിനെ എടുത്തിട്ട് പറഞ്ഞു, ഈ ശിശുവിനെ പോലെ നിങ്ങളാകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ ശിശുവിനെ ആര് കൈക്കൊള്ളുന്നുവോ അവർക്ക്, എന്ന് പറഞ്ഞാൽ ആ ശിശു സഹജമായ അനുഭവം ആര് സ്വീകരിക്കുന്നുവോ അവർക്കാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുന്നതെന്ന് യേശു പറയുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ചിന്ത, നമ്മൾ ഏറ്റവും എളിയവനായിരിക്കണം, നമ്മൾ ഏറ്റവും നിസ്സാരമായി ഇരിക്കാൻ ആഗ്രഹിക്കണം. നമ്മെ എപ്പോഴും വലിയവനാക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ വിഷമങ്ങളെക്കാൾ ഉപരി മറ്റുള്ളവൻ്റെ സങ്കടങ്ങളും മറ്റുള്ളവരുടെ വിഷമങ്ങളും കേൾക്കുവാനുള്ള ഒരു മനസ്സിനെ രൂപപ്പെടുത്തണം. രണ്ടാമത്, നമ്മൾ ശിശുക്കളെ പോലെയുള്ളവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സും മനസാക്ഷിയും നിർമ്മലമായിരിക്കണം, അതിനകത്ത് കളങ്കമുണ്ടാകരുത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊരു ചിന്ത, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പെടാത്ത കുറച്ച് ആളുകൾ അവിടെ ഭൂതങ്ങളെ ബഹിഷ്കരിക്കണ കണ്ടു. അപ്പോൾ അവരെ അനുഗമിക്കാത്തതുകൊണ്ട്, ശിഷ്യന്മാരെ അനുഗമിക്കാത്തതുകൊണ്ട് അവരെ വിലക്കി എന്ന് പറയുമ്പോൾ യേശു പറയുന്നത് അത് വിലക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ എൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിട്ട് വേഗത്തിൽ എന്നെക്കുറിച്ച് ദൂഷ്യം പറയുവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരുടെ പുറത്തും ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്നത്തെ ചിന്തയിൽ പറഞ്ഞാൽ നമ്മളായിരിക്കുന്ന സഭയ്ക്ക് പുറത്തും ഒക്കെ പല സഭകളും എന്ന് പലരും ക്രിസ്തുവിൻ്റെ നാമത്തിൽ വേലകൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അതിനൊന്നും വിലക്കാനുള്ള അധികാരം നമുക്കില്ല. ഒരാൾക്ക് പരിശുദ്ധാത്മാവിനെ കൂടാതെ യേശു ക്രിസ്തുവിനെ രക്ഷകനാണെന്ന് ഏറ്റുപറയാൻ സാധ്യമല്ല. യേശു ക്രിസ്തുവിനെ രക്ഷകനാണെന്ന് ഏറ്റുപറഞ്ഞിട്ട് പെട്ടെന്ന് യേശു അല്ല രക്ഷകനെന്ന് പറയാനും കഴിയുകയില്ല. അതുകൊണ്ട് മശിഹായ്ക്കുള്ളവൻ എങ്ങനെയുള്ളവൻ? നിങ്ങൾക്ക് വിരോധിയല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലിയാകുന്നു. അതുകൊണ്ട് മിശിഹായ്ക്കുള്ളവൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളം കുടിപ്പാൻ തരുന്ന ആർക്കും അതിനുള്ള പ്രതിഫലം നഷ്ടമായി പോകുകയില്ലെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറഞ്ഞു. യേശുക്രിസ്തുവിനുള്ളവൻ എന്ന വിചാരത്തോടു കൂടി ഒരു ഗ്ലാസ് വെള്ളം ആർക്കെങ്കിലും കൊടുത്താൽ അത് നഷ്ടമാകില്ല എന്ന് യേശു പറയുകയാണ്. ഇത് തന്നെയാണ് പ്രഭാതത്തിലെ വായനയിലും
അവിടെ നമ്മൾ കാണുന്നത്. എന്താണ് പ്രഭാതത്തിലെ വായന അവിടെ നമ്മൾ കാണിക്കുന്നതും ഈ ശിഷ്യന്മാരോട് യേശു ഇങ്ങനെ പ്രധാന ആചാര്യന്മാരുടെയും സ്വപ്രയന്മാരുടെയും അടുക്കൽ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണശിക്ഷയ്ക്ക് വിധിച്ച് പ്രജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും. അവർ അവനെ പരിഹസിച്ച് അടിച്ച് കുരിശിൽ തറക്കുകയും 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ സെബദി പുത്രന്മാരുടെ മാതാവ് എന്നാണ് പറയുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അവർ തമ്മിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ശിഷ്യന്മാരുടെ അമ്മ വന്ന് ചോദിക്കുകയാണ്, ഒരുവൻ നിൻ്റെ വലത്ത് ഭാഗത്തും ഒരുവൻ നിൻ്റെ ഇടത്ത ഭാഗത്തുമായി നിൻ്റെ രാജ്യത്തിലിരിപ്പാൻ കൽപ്പിക്കണം. അപ്പോൾ യേശു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുമോ, ഞാൻ ഏൽക്കുന്ന മാമോദിസ ഏൽക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരത് ചെയ്യുമെന്ന് പറയുകയാണ്. അപ്പോൾ യേശു അവരോട് പറയുന്നു, ഞാൻ ഏൽക്കുന്ന മാമോദിസ നിങ്ങൾ ഏൽക്കും, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും എന്ന് പറഞ്ഞാൽ കാൽവരിയിൽ രക്തം ചിന്തുന്ന അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്, അഗ്നിസ്നാനത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അല്ല അവർ ചെയ്യുമെന്ന് പറയുമ്പോൾ യേശു പറയുകയാണ്, അത് നിങ്ങൾക്ക് ആ സ്ഥാനം തരുന്നത് ഞാനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണെന്ന്. പ്രിയമുള്ളവരെ, ആ സ്ഥാനം നൽകുന്നത് യേശുവാണെന്ന് പിതാവ് പറഞ്ഞിട്ടുണ്ട്. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവന് ചുവടുക, എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഞാനിങ്ങനെ ചിന്തിക്കുന്നു, യേശു അന്നേരം അവർക്കത് കൊടുത്താൽ അത് അവിടെ വലിയൊരു പ്രതിസന്ധിക്ക് കാരണമാവും, പ്രശ്നത്തിന് കാരണമാകും. തന്നെയുമല്ല, മരണത്താലല്ലാതെ ആരെയും പുകഴ്ത്തരുത്, മരണത്താലല്ലാതെ ആരും വിശുദ്ധരുടെ പദവിയിലേക്ക് ചേർക്കുന്നുമില്ല എന്ന തിരിച്ചറിവ് നമ്മൾ ഈ സമയത്ത് സ്വീകരിക്കേണ്ടതാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, അവിടെ എന്താ പറയുന്നത്, ആരെങ്കിലും വീണ്ടും വലിയവനാകാൻ ആഗ്രഹിക്കുന്ന കാര്യം പറയുന്നുണ്ട്. പ്രജാതികളുടെ തലവന്മാരാണ് ഇങ്ങനെയെല്ലാം ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിനെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവനെല്ലാം ദാസനായിരിക്കണം. മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷ ചെയ്യുവാനും പലർക്കും വേണ്ടി വീണ്ടെടുപ്പിനായി തൻ്റെ പ്രാണനെ കൊടുപ്പാനുമായിട്ടാണ് വന്നത് എന്ന് ഈ പുസ്തകത്തിൽ നമ്മൾ വായിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ പ്രഭാത വായനയും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ചിന്തകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഒന്ന്, ഞാൻ നിങ്ങളോട് പറഞ്ഞു, യേശുക്രിസ്തുവിനെ അനുഗമിക്കാൻ നമുക്ക് കഴിയുന്നത് നമ്മുടെ എളിമ കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് യേശുക്രിസ്തുവിനെ അനുഗമിക്കാൻ കഴിയുകയില്ല. മറ്റുള്ളവരുടെ സങ്കടം കേൾക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് വലിയവനാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയൊക്കെ നമ്മൾ നടന്നാൽ മറ്റുള്ളവരുടെ സങ്കടം കേൾക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ സങ്കടം കേൾക്കേണ്ടവരാകയാൽ നമ്മൾ ഏറ്റവും ചെറിയവനാകണമെന്നുള്ള ആഗ്രഹം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണമെന്ന് ഇവിടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ശിശുക്കളെ പോലെ ആകണം, ശിശുക്കളെ പോലുള്ളവരെ സ്വീകരിക്കണമെന്നെല്ലാം യേശു പറയുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പഴയ നിയമ വായനയും നമ്മളതുപോലെ പറയുകയാണ്. ആണ്ടിൽ 3 തവണ എനിക്ക് ഉത്സവം ആചരിക്കാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മാത്രം മഹത്വം കൊടുക്കണമെന്നാണ് പഴയ നിയമത്തിൽ പറയുന്നത്. പുറപ്പാട് പുസ്തകം 23-ാമത്തെ അധ്യായം 14 മുതൽ 19 വരെ വാക്യങ്ങൾ. വയൽ വിതച്ച വിതയുടെ ആദ്യ ഫലമെടുക്കുന്നതും ഒക്കെ കർത്താവിന് കൊടുക്കണമെന്നാണ്. ഈ വചനത്തിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു, ജീവിത ലക്ഷ്യം, അതുപോലെ സഞ്ചാരം. ക്രിസ്തു സഞ്ചരിക്കുന്നത് പോലെ നമ്മൾ സഞ്ചരിക്കണം. അതാണ് അതിൻ്റെ രണ്ടാമത്തെ ഘടകം. നമുക്കൊരു ജീവിത ലക്ഷ്യം ദൈവരാജ്യത്തെക്കുറിച്ച് ഉണ്ടായിരിക്കണം. ക്രിസ്തു സഞ്ചരിച്ചതുപോലെ നമ്മൾ സഞ്ചരിക്കണം. അപ്പോൾ നമ്മൾ ദൈവത്തെ പുതിയ ശക്തിയോടുകൂടി ദൈവത്തെ ആരാധിക്കും. രണ്ടാമത്തെ വായന ഹോശേയ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായം 6 മുതൽ 10 വരെ വാക്യങ്ങളാണ്. അവൻ്റെ കൊമ്പുകൾ പടരും, അവൻ്റെ ഭംഗി ഒലിവ് വൃക്ഷത്തിന് ഭംഗി പോലെയും അവൻ്റെ സൗരഭ്യം ലെബനോൻ്റേതുപോലെയുമായിരിക്കും. അവൻ്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കും, മുന്തിരിവള്ളി തളിർക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ശക്തിയോടെ കഴുകനെ പോലെ പറന്നുയരുമെന്ന് പ്രവാചകൻ പറയുകയാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എന്നാൽ എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നു പോയിരിക്കുന്നു എന്ന് യാക്കോബെ നീ പറയുകയും ഇസ്രായേലിൽ നീ സംസാരിക്കുകയും ചെയ്യുന്നത് എന്ത്? നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അതിർത്തികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ.
അവൻ തളർന്നവന് ശക്തി നൽകുന്നു, ബലഹീനന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ വേദനകളിലും നമ്മുടെ ദുഃഖങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും പറയുന്നതാണ്, ദൈവം നമ്മളെ എന്തുകൊണ്ട് കാണാതെ പോകുന്നു, നമ്മൾ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ദൈവം കാണുന്നില്ലേ, ദൈവം കേൾക്കുന്നില്ലേ എന്നൊക്കെ. അപ്പോൾ ആ കാലത്ത് യഹൂദന്മാർ ഇസ്രായേൽക്കാരും അങ്ങനെ ചോദിച്ചു, ഇന്ന് നമ്മളും ചോദിക്കുന്നുണ്ട്. എന്നാൽ ദൈവം നമുക്ക് കൃത്യമായി വാഗ്ദാനം തരികയാണ്, ഒരിക്കലും നിന്നെ അറിയാതെ കടന്നു പോകുന്നില്ല, നിന്നെ കേൾക്കാതെ കടന്നു പോകുന്നില്ല, നിന്നെ അറിയുകയും നിന്നെ കേൾക്കുകയും ചെയ്യുന്നു. കാരണം എന്താണ്? ദൈവം അവൻ ക്ഷീണിക്കുന്നില്ല, ദൈവത്തിൻ്റെ മക്കളാരും ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവൻ തളർന്നവന് ശക്തി നൽകുന്നു, ബലഹീനന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ചു പോകാം, പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഒരിക്കലും ഒരു ദോഷവും സംഭവിക്കില്ല, അവൻ പുതിയ ശക്തി ധരിക്കുമെന്നാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ കാര്യം ഒന്നും കൂടി പറയാം. ഇത് ഒരു ജീവിത ലക്ഷ്യമാണ്, സഞ്ചാരമാണ്, ക്രിസ്തുവിനോട് കൂടെയുള്ള പുതിയ ശക്തിയാണ്. പഴയ നിയമത്തിൽ നമ്മളോട് പറയുകയാണ് പുതിയ ശക്തിയാണ്. ഹല്ലേലൂയ. ആ പുതിയ ശക്തി ധരിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്ക് ദൈവം ഇടയാക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ, അവിടുത്തെ തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. ഈ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കുവാനും ക്രിസ്തുവിനോട് ചേർന്ന് സഞ്ചരിക്കുവാനും കർത്താവേ, ഈ ഭൂമിയിൽ, ഈ മരുഭൂമി അവസ്ഥയിൽ ഞങ്ങൾ പൂർണ്ണത പ്രാപിക്കുവാനും പുതിയ ശക്തി ധരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാളെ ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് ശ്രേഷ്ഠ ബാവ എഴുന്നള്ളി വന്ന് മോർ അപ്രേം തിരുമേനിയോടൊത്ത് ഇവിടെ ഈ പ്രത്യാശ ഭവനിലെ ആരോഗ്യമില്ലാത്ത മക്കൾക്ക് വേണ്ടി പണിതിരിക്കുന്ന പുതിയ കെട്ടിടത്തിൻ്റെ കൂദാശകർമ്മങ്ങൾ നടത്തുമ്പോഴും തുടർന്നുള്ള പൊതുസമ്മേളനത്തിലും രാഷ്ട്രീയ, സാംസ്കാരിക, മതമേലധ്യക്ഷന്മാരൊക്കെ പങ്കെടുക്കുന്ന ഈ സമ്മേളനത്തിലും നിങ്ങളെല്ലാവരും വന്ന് പങ്കുചേരണമെന്ന് ഓർപ്പിച്ചുകൊണ്ടും ഈ ശുശ്രൂഷയെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.